ലൈല ക്രിയേഷൻസിന്റെ 13ാമത്തെ സിനിമയാണ് തനിയെ. കുണ്ട്രയിൽ യഥാർത്ഥത്തിൽ ഒരു വലിയ സാംസ്കാരിക മുന്നേറ്റമാണ് കഴിഞ്ഞ ഒരു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത്. നിശബ്ദമായിട്ടാണ് അത് നടക്കുന്നത്. ഒരു മാസം ഒരു സിനിമ എന്ന നിലയിൽ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ LT ധർമ്മ രചനയും സംവിധാനവും എഡിറ്റിങ്ങും ഒക്കെ നിർവഹിച്ച് തദ്ദേശീയരായ അഭിനേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ പ്രമേയമാക്കിക്കൊണ്ടുള്ള സിനിമകൾ ഒരു മാസത്തിൽ 1, വർഷത്തിൽ 12 എന്ന ഒരുപക്ഷെ അസാധ്യമാണ് എന്ന് നമ്മൾ കരുതിയ ആ ലക്ഷ്യം 12 കഴിഞ്ഞ് 13 സിനിമകൾ ഒരു വർഷം പുറത്തിറങ്ങുകയുണ്ടായി. ആ 13 സിനിമകളുടെയും പ്രകാശന ചടങ്ങിൽ ആ സിനിമയുടെ പ്രദർശന ഉദ്ഘാടനം നടത്തുവാനുള്ള അപൂർവ ഭാഗ്യവും എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിലെ 13ാമത്തെ സിനിമയാണ് തനിയെ. ഒരുപക്ഷെ 13 സിനിമകളിലും ഏറ്റവും മികച്ച സിനിമ എന്ന് പറയാവുന്ന സിനിമയാണ്. സംവിധായിക തന്നെ കുമാരി LT ധർമ്മ തന്നെ പ്രധാന വേഷത്തിൽ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു. ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം, അതായത് ഈ വീടുകൾക്കുള്ളിൽ ആളുകൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, അതൊന്നൊരു വലിയ പ്രശ്നമാണ്. പണ്ടൊക്കെ ഇത് മുതിർന്നവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. മുതിർന്നവർ എന്ന് പറയുമ്പോൾ വാർദ്ധക്യത്തിലുള്ള അച്ഛനെയും അമ്മയും ഒക്കെയാണ് ഈ ഒറ്റപ്പെടൽ ബാധിക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് അത് മാറിയിട്ടുണ്ട്. വലിയ വീടുകൾ, എൻ്റെ തന്നെ മനസ്സിൽ വന്നിട്ടുണ്ടായിട്ടുള്ള ഒരു ചിന്ത തന്നെയായിരുന്നു ഇത്. അത് സിനിമയായി കണ്ടപ്പോൾ എനിക്ക് അങ്ങേയറ്റം സന്തോഷം തോന്നി. കാരണം നമ്മുടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പോലെ എത്രയോ ആളുകളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും. മനസ്സിലുണ്ടായിരുന്ന ആ ചിന്ത ഒരു സിനിമയുടെ രൂപത്തിൽ എല്ലാവരുടെ മുന്നിലേക്കും വരികയാണ്. വളരെ ലളിതമാണ് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത. അതായത് പലപ്പോഴും പല വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ച, ഒരു വീട്ടിൽ തന്നെ പല വീടുകളാണ്. ഒരു വീട്ടിൽ 5 മുറി ഉണ്ടെങ്കിൽ അത് 5 വീടാണ്. അച്ഛൻ്റെ അമ്മയുടെയും വീട്, മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വീട്, കൊച്ചുമക്കളുടെ വേറെ വീട്, അങ്ങനെ ഓരോ മുറിയും ഓരോ വീടുകളാണ്. ആ മുറിക്ക് പുറത്തേക്ക് പോലും, വീടിനകത്തുള്ളവർക്ക് പോലും പരസ്പരം ആശയവിനിമയം നടത്താനോ വർത്തമാനം പറയാനോ ഒന്നും സമയമില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള താല്പര്യമില്ല. ഈ ഒരു വലിയ പ്രശ്നം, പ്രത്യേകിച്ച് ഇത് ബാല്യത്തിലുള്ള കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അവര് ഒരു വലിയ സാമൂഹികമായ ഒരു പ്രശ്നമായിട്ടത് മാറുകയാണ്. അവരുടെ ബാല്യ കൗമാര കാലഘട്ടത്തിൽ അനുഭവിക്കുന്ന ഈ ഒറ്റപ്പെടൽ, ആരോടും ഒന്നും പറയാനില്ലാത്ത അവസ്ഥ, അവരുടെ ഭാവിയെ വലിയ തോതിൽ മാനസികമായി ബാധിക്കുന്നുണ്ട്. ഇതൊരു പൊതുജനാരോഗ്യ പ്രശ്നമാണ്. ഇപ്പോൾ പൊതുജനാരോഗ്യം എന്ന് പറയുമ്പോൾ പകർച്ചവ്യാധികളെ കുറിച്ചൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. മാനസികാരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സൊസൈറ്റിയുടെ മാനസികാരോഗ്യം, വ്യക്തിയുടെ മാത്രമല്ല, നമ്മൾ BP പരിശോധിക്കുന്നു, പിന്നെ ഷുഗർ പരിശോധിക്കുന്നു, കൃത്യമായിട്ട് കൊളസ്ട്രോൾ പരിശോധിക്കുന്നു, കണ്ടെത്തുന്നു, അതിന് മരുന്ന് കഴിക്കുന്നു. പക്ഷെ ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ആരാണ് പരിശോധിക്കുന്നത്? അതിൻ്റെ പരിശോധനയുടെ അളവുകോൽ എന്താണ്? മാനദണ്ഡം എന്താണ്? ഉണ്ടാകുന്നില്ല. ദേശരാജ്യങ്ങൾ, പ്രത്യേകിച്ച് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ തന്നെ ഹാപ്പിനെസ് ഇൻഡെക്സിന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അവരുടെ ഡെവലപ്മെന്റ് ഇൻഡെക്സിനകത്ത് ഹാപ്പിനെസ് ഇൻഡെക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്, സന്തോഷത്തിന്റെ സൂചിക. അപ്പോൾ ഒരു സമൂഹത്തിന്റെ സന്തോഷത്തിന്റെ സൂചിക വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വ്യക്തികളുടെ സന്തോഷം, വ്യക്തികൾ ചേരുന്ന കുടുംബങ്ങളുടെ സന്തോഷം, കുടുംബങ്ങൾ ചേരുന്ന സമൂഹത്തിന്റെ സന്തോഷം. അപ്പോൾ ഈ ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയത്തെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ ഗൗരവത്തോടു കൂടി സമീപിക്കുകയും എന്നാൽ ഒരു കലാരൂപം എന്ന നിലയിൽ ആസ്വദിക്കാൻ കഴിയുന്ന രൂപത്തിൽ, അതാണല്ലോ ആത്യന്തികമായി ഇത് ആർട്ട് ഫോം ആണല്ലോ.
അപ്പോൾ ഒരു ഡോക്യുമെന്ററി സ്വഭാവത്തിൽ അല്ലാതെ തന്നെ ഒരു സിനിമ എന്ന രൂപത്തിൽ തന്നെ നമുക്ക് ആസ്വദിക്കാനും കഴിയുന്ന തരത്തിൽ തനിയെ മാറിയിട്ടുണ്ട്. തീർച്ചയായും ഈ സംവിധായകയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട സിനിമകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ആശംസകളും. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഹസ്യചിത്രങ്ങളിൽ എന്നെ ഏറെ ആകർഷിച്ചതും എനിക്ക് സിനിമ എന്ന നല്ല അനുഭവം നൽകിയതും LT ധർമ്മയുടെ തനിയെ എന്ന സിനിമയാണ്. കൗമാരക്കാരിയായ ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന ഏകാന്തതയെ കാവ്യാത്മകമായി ഈ സിനിമയിൽ ധർമ്മ അവതരിപ്പിച്ചിരിക്കുന്നു. 28 മിനിറ്റും 33 സെക്കൻഡും ദൈർഘ്യമാണ് ഈ സിനിമയ്ക്കുള്ളത്. പക്ഷേ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ദൈർഘ്യം നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അത്ര ചടുലതയോടുകൂടിയാണ് ഓരോ ഷോട്ടുകളും സീനുകളും ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഏതൊരു സൗന്ദര്യവും സങ്കടവും സന്തോഷവും അതിൻ്റെ ഔന്നത്യത്തിലെത്തുമ്പോൾ അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കവിത എന്നാണ്. ആ അർത്ഥത്തിൽ ഈ സിനിമ ഏകാന്തതയെ കവിതയാക്കിയ സിനിമയാണ്. ധർമ്മ എന്ന സംവിധായിക അഭിനന്ദനാർഹയാണ് ഈ ഒരു ശ്രമത്തിൽ എന്നെനിക്ക് ഉറപ്പിച്ചു പറയാം. വളരെ കുറച്ച് സംഭാഷണങ്ങൾ മാത്രമാണ് ഈ സിനിമയിലുള്ളത്. അങ്ങനെ വളരെ കുറച്ച് സംഭാഷണങ്ങൾ കൊണ്ട് സിനിമയെ ധന്യമാക്കിയ സംവിധായകരും എഴുത്തുകാരുമാണ് പ്രിയപ്പെട്ട MTയും അടൂർ ഗോപാലകൃഷ്ണൻ. ധർമ്മയുടെ ഈ സിനിമയിൽ സംഭാഷണങ്ങൾ ചെയ്യുന്ന ഷോട്ടുകളുണ്ട്. അവ സ്വയം സമ്മതിക്കുന്നവയാണ്, സ്വയം സംഭാഷണം നടത്തുന്നവയാണ്. അത്ര മനോഹരമായിട്ടാണ് ഷോട്ടുകളെ അല്ലെങ്കിൽ സീനുകളെ ധർമ്മ ഇണക്കി ചേർത്തിരിക്കുന്നത്. ഇതിൻ്റെ കഥയിലേക്ക് ഞാൻ കിടക്കുന്നില്ല, എങ്കിലും പറയുകയാണ്. തുടർച്ചയായ 2 അവധി ദിവസങ്ങൾ, അതായത് ശനിയും ഞായറും വരുന്ന ദിവസങ്ങൾ, അതിന് തൊട്ടു മുമ്പിലത്തെ വെള്ളിയാഴ്ച വൈകിട്ട് ഒരു കുട്ടി സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് നടന്നു വരികയാണ്. അവൾ നടന്നു വരുന്ന പാതയും ഏകാന്തം നിറഞ്ഞാണ്. മറ്റാരും ആ വഴിയെ കടന്നു പോകുന്നില്ല. അവൾ കയ്യിലിരിക്കുന്ന ഇലയോ പേപ്പറോ ഒക്കെ റോഡിലേക്ക് ഇങ്ങനെ നുള്ളി അറിയാതെ എറിഞ്ഞുകൊണ്ടാണ് നടന്നു വരുന്നത്. അവൾ വീട്ടിലെത്തുമ്പോൾ അവളെ സ്വീകരിക്കുവാൻ ആ വീട്ടിൽ ആരുമില്ല. അവൾ തനിയെ കതക് തുറന്ന് അകത്ത് നിന്ന് അവളുടെ 6 മണി വരെ അവൾ പഠിക്കുന്നു. അതിനുശേഷം കുളി കഴിഞ്ഞ് 7:30 വരെ അവൾ കാത്തിരിക്കുന്നു അമ്മയെ കാണാൻ, അച്ഛനെ കാണാൻ. അമ്മ എത്തുന്നത് 7:30 മണി കഴിഞ്ഞാണ്. അമ്മ ഉദ്യോഗസ്ഥയാണ്, അച്ഛൻ ഉദ്യോഗസ്ഥനാണ്. ഇവർ രണ്ടുപേരെയും കാത്തിരിക്കുന്ന ആ മകൾ അവൾ അനുഭവിക്കുന്ന ഏകാന്തതയുടെ നിമിഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നമ്മളെ സങ്കടപ്പെടുത്തും. സമയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ ഡാൻസ് ചെയ്യുന്നുണ്ട്, അവൾ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അവളെ സംതൃപ്തിയാക്കുന്നില്ല. അവളുടെ ഏകാന്തതയുടെ അളവ്, തീഷ്ണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഓഫീസിൽ നിന്നും വരുന്ന അമ്മയെ സ്നേഹത്തോടെ സ്വീകരിക്കാനെത്തുന്ന അവളെ ഓഫീസിലെ സമ്മർദ്ദങ്ങൾ കൊണ്ടും യാത്രയുടെ സമ്മർദ്ദങ്ങൾ കൊണ്ടും ഒക്കെ വല്ലാതെ എത്തുന്ന അമ്മ പൊട്ടിത്തെറിച്ച് സ്നേഹത്തിൻ്റെ ഒരു വാക്കുപോലും ഉപയോഗിക്കാതെ അവളെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ആ അമ്മ ബോധപൂർവമല്ല ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ആ അമ്മ ഈ സമൂഹത്തിൻ്റെ ഉദ്യോഗസ്ഥരായ സ്ത്രീകളുടെ പ്രതിനിധിയാണ്. നമ്മുടെ വീട്ടിലും എൻ്റെ വീട്ടിലുമൊക്കെ ഇതേ അനുഭവങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. അവൾ അച്ഛൻ്റെ അടുത്തെത്തുമ്പോൾ അച്ഛൻ വീട്ടിലെത്തിയിട്ടും ഓഫീസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മായും അതുപോലെ തന്നെ ഓഫീസ് ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, രാത്രിയിൽ പോലും. അവൾക്ക് അവരോട് മിണ്ടാൻ കഴിയുന്നില്ല. സ്വന്തം ജ്യേഷ്ഠൻ അയാളോട് മിണ്ടാൻ കഴിയുന്നില്ല. അവൾ പറയുന്ന ഒരു വാചകമുണ്ട്, കണ്ണു നനയിക്കുന്നൊരു വാചകം. എൻ്റെ ഈ വീട്, ആ പറഞ്ഞ വാക്കുകൾ അതുപോലെ ഞാൻ പറയുകയല്ല, എൻ്റെ ആശയം പറയും. എൻ്റെ ഈ വീട് പല വീടുകളാണ്. ഇവിടെയുള്ളവർ പരസ്പരം മനസ്സിലാക്കുന്നില്ല, അറിയുന്നില്ല, തിരിച്ചറിയുന്നില്ല എന്ന് അവൾ ഡയറിയിൽ കുറിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഈ
ആ സിനിമയിലെ അതേ വാക്കുകളല്ല ഇത്, എൻ്റെ ആശയമാണ് ഞാൻ പറഞ്ഞത്. ആ വാക്കുകൾ കേട്ടപ്പോൾ സിനിമ കണ്ടുകൊണ്ടെന്ന് എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. മറ്റൊന്ന്, ശനിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും അച്ഛനും അമ്മയും കൂടെ കാണുമെന്ന് കരുതുമ്പോൾ ശനിയാഴ്ച ദിവസവും അവർക്ക് തൊഴിലിന് പോകേണ്ടി വരുന്നു, ഞായറാഴ്ച ദിവസം അവര് മറ്റു കാര്യങ്ങളിലേക്ക് പുറത്തേക്ക് പോകുന്നു. അന്നും അവൾ വീട്ടിനുള്ളിൽ, അവൾ പെൺകുട്ടി ആയതുകൊണ്ട് അമ്മ കൊടുത്ത നിർദ്ദേശമുണ്ട്, കഥ കടച്ച് വീട്ടിനുള്ളിരിക്കണം. കേരളത്തിലെ എല്ലാ പെൺകുട്ടികളോടും ഉദ്യോഗസ്ഥരായ അമ്മമാർ, അല്ലെങ്കിൽ മറ്റ് തിരക്കുള്ള അമ്മമാർ, മറ്റ് തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന അമ്മമാർ, വീട്ടിൽ ഇല്ലാതിരിക്കുന്ന അമ്മമാർ വീട്ടിന് പുറത്തേക്ക് പോകുമ്പോൾ പറയുന്ന ഒരു വാചകമാണ്, മോളെ കഥ കടച്ചിരിക്കണം. ഈ അമ്മ അങ്ങനെ തന്നെ പറയുന്നു. കഥ കടച്ച് അതിനകത്തിരിക്കുന്ന പെൺകുട്ടി, അവൾക്കാകപ്പാടെ അവൾ കാണുന്നത്, ജനലിൽ കൂടെ കാണുന്നത് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന പൂച്ചകളെയാണ്. ഒരിക്കൽ പോലും അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും സഹോദരനുമൊത്ത് അങ്ങനെ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. ആ പൂച്ചകൾ ആഹാരം കഴിക്കുമ്പോൾ അത് കണ്ട് ആനന്ദിക്കുന്ന, പെട്ടെന്ന് ഓർമ്മയുടെ ഓളങ്ങളിൽ നിന്ന് സങ്കടത്തിലേക്ക്, വിഷാദത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കഥാപാത്രത്തെ ധർമ്മ വളരെ നന്നായി അവതരിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു രംഗം എന്നെ വേദനിപ്പിച്ചത്, ആരോടും സംസാരിക്കാനുള്ള, അച്ഛനോടും അമ്മയോടും സഹോദരനോടും ആരോടും അവധി ദിവസങ്ങളിൽ സംസാരിക്കാൻ കഴിയാതെ ഏകാന്തതയിൽ കഴിയുന്ന ആ പെൺകുട്ടി അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും വസ്ത്രങ്ങൾ നിരത്തിയിട്ട് ഓരോ വസ്ത്രത്തെയും, അച്ഛൻ്റെ വസ്ത്രത്തോടെ അച്ഛ എന്ന് സംബോധനയും അമ്മയുടെ വസ്ത്രത്തെ അമ്മ എന്ന് സംബോധനയും, ജ്യേഷ്ഠൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ വസ്ത്രത്തെ സഹോദരൻ എന്ന് സംബോധന ചെയ്തുകൊണ്ട് അവരോട് തൻ്റെ വ്യഥകളും ജീവിത വ്യഥകളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്ന രംഗമുണ്ട്. കണ്ണു നനയിക്കുന്ന രംഗം. അതായത് ഗതികേടിൻ്റെ, ഏകാന്തത നൽകുന്ന ഗതികേടിൻ്റെ, അല്ലെങ്കിൽ ഏകാന്തം നൽകുന്ന അസമാധാനത്തിൻ്റെ തട്ടകത്തിൽ നിന്നുകൊണ്ട് ഒരു കൗമാരക്കായ പെൺകുട്ടി സംസാരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ആ മുഹൂർത്തം, അചേതനങ്ങളായ വസ്തുക്കളോട് ചേതനയുള്ളവായി സങ്കല്പിച്ച് ഭ്രാന്താവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ആ രംഗം നമ്മുടെ ഓരോ മക്കളും സഹോദരങ്ങളും ഒക്കെ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ സിനിമ എന്നെ കണ്ണു നിറച്ചത് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, നിങ്ങളും ഇത് കാണുമ്പോൾ കരഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ്. ഈ കഥാപാത്രത്തിന് സിനിമയിൽ പേരില്ല. കാരണം അവൾ നിങ്ങളുടെയോ എൻ്റെയോ മകളോ സഹോദരിയോ ആകാം. അതുകൊണ്ട് അവളെ മകളെ നമുക്ക് പേരിടാം, അല്ലെങ്കിൽ സഹോദരിയെ നമുക്ക് പേരിടാം. അവൾ നൃത്തത്തെ സ്നേഹിക്കുന്നവളാണ്, ആഭരണങ്ങളെ സ്നേഹിക്കുന്നവളാണ്. സാധാരണ പെൺകുട്ടികളെ പോലെ അവൾ നൃത്തം ചെയ്യുന്നു. അവൾ വ്യത്യസ്തമായ രീതിയിൽ എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയുമെന്ന് അവൾ ആനന്ദിക്കുന്നു. വീട്ടിലിരിക്കുന്ന ആഭരണങ്ങൾ അണിഞ്ഞ് അമ്മ വരുമ്പോൾ, അമ്മയെ കാണിക്കുമ്പോൾ അമ്മ അവളെ അഭിനന്ദിക്കുകയല്ല, പകരം അവളെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏകാന്തതയിൽ ഒരു ക്ലോക്കിൻ്റെ ശബ്ദം ഈ സിനിമയിൽ സംവിധായിക സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ആ ക്ലോക്കിൻ്റെ ശബ്ദം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ താളം പോലെ അതുമായി ലയിച്ചു ചേരുമ്പോൾ സിനിമ നമ്മളോട് പറയുന്നത്, ഈ കടന്നു പോകുന്ന സമയം, നിങ്ങൾ നിങ്ങളുടെ മക്കളെയോ സഹോദരിയെയോ അല്ലെങ്കിൽ പെൺകുട്ടിയെ സ്നേഹിക്കാതെ കടന്നു പോകുന്ന സമയം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല എന്നുള്ളതാണ്. സമയം കടന്നു പോകുന്നതിനൊപ്പം അവർ വളർന്ന് വിഷാദ രോഗത്തിൻ്റെ വക്കിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നുള്ള സന്ദേശം കൂടി ഈ സിനിമയ്ക്കകത്ത് നമുക്ക് നൽകുന്നുണ്ട്. ഈ സിനിമ അവസാനിക്കുന്നത് ഉറങ്ങാൻ കിടക്കുന്ന ഈ പെൺകുട്ടികളുടെ വിഷാദത്തിൻ്റെ അമൂർത്താവസ്ഥയിലാണ്. അവളെ കെട്ടിപ്പിടിക്കാത്ത അമ്മയെ ഓർത്ത്, അച്ഛനെ ഓർത്ത്, സഹോദരനെ ഓർത്ത് അവൾ സ്വയം അവളെ കെട്ടിപ്പിടിക്കുകയും കണ്ണീരടക്കാനാവാതെ കരയുമ്പോൾ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കുവാൻ തുണി വായിലേക്ക് കയറ്റി വെച്ച് ആ ശബ്ദം തടയുന്ന, ഒഴുകുന്ന കണ്ണീരിൻ്റെ മാറിലേക്ക് ഏറ്റുവാങ്ങി തളർന്നുറങ്ങാൻ ശ്രമിക്കുന്ന ആ ഒരു പെൺകുട്ടി വർത്തമാനകാല കേരളത്തിലെ വലിയ വീടുകളിലെ, ഒരു വീട്ടിൽ തന്നെ പല വീടുകളുള്ള വലിയ വീടില്ലേ, ഒരു വീട്ടിൽ തന്നെ പരസ്പരം അറിയാതെ ജീവിക്കുന്നവരുടെ കഥയാണ് പറയുന്നത്. ഒപ്പം നമ്മുടെ പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ചും ആൺകുട്ടികളെപ്പോലെ പെൺകുട്ടികൾക്കും പുറത്തിറങ്ങി
സ്വാതന്ത്ര്യത്തോടെ നടക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന രക്ഷിതാക്കൾ ശ്രമിക്കണം എന്നുള്ള സന്ദേശം കൂടി ഈ സിനിമയിലുണ്ട്. ഈ സിനിമ കാണേണ്ട ഒരു സിനിമയാണ്, കണ്ട് സ്വയം തിരുത്തേണ്ട ഒരു സിനിമയാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ്, ഇതിൻ്റെ കഥ പറഞ്ഞ്, അവസരം പറഞ്ഞ് അവരുടെ കുട്ടികളെയെങ്കിലും ഈ വിപത്തു നിന്ന് രക്ഷിക്കുവാൻ നമുക്ക് കഴിയണം. അതിന് ഈ സിനിമ ഉതകും എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സിനിമയുടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച ധർമ്മ ഒരു നല്ല അഭിനേതാവാണ് എന്ന് ഈ സിനിമയിലൂടെ തെളിയിച്ചിരിക്കുന്നു. സംവിധാനം മാത്രമല്ല, തിരക്കഥയെഴുത്ത് മാത്രമല്ല, തനിക്ക് നന്നായി അഭിനയിക്കുവാനും കഴിയും എന്ന് ധർമ്മ തെളിയിച്ചിരിക്കുന്നു. അത് ഒരു കലാകാരിയെ, പുതിയ ഒരു കലാകാരിയെ സിനിമാ ലോകത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷം കൂടിയാണ്. ഈ സന്തോഷത്തോടെ ഞാൻ ധർമ്മയ്ക്ക്, ഇതിൻ്റെ സംവിധായക അഭിനേതാവായ ധർമ്മയ്ക്ക് ആശംസകൾ നേർന്നു. നന്ദി, നമസ്കാരം.